ഹായ്, നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ പ്രൊമോഷൻ വീഡിയോക്കകത്ത് ദിലീപ് ഏട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ആദ്യം കേട്ടു നോക്കെ, കേട്ട് നമുക്ക് മറുപടി പറയാം. എൻ്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറെ കാലമായി. ഈ സിനിമ ഒരു ലോജിക് ഇല്ലാത്തതാണ്, ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. പിന്നെ അതിന് റിവ്യൂ പറഞ്ഞത് ഭയങ്കര എനിക്ക് മനസ്സിലാവുള്ള അതിൻ്റെ എന്താ. പക്ഷെ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ കിട്ടുള്ളൂ. ഒരു സിനിമ നന്നായാൽ ആ സിനിമാ തിയേറ്ററിലേക്ക് ആളുകളെ കണ്ടുവന്ന് ഓട്ടോറിക്ഷക്കാരന് ഒരു കാര്യം ഗുണം കിട്ടുന്നില്ലേ, തൊട്ടടുത്തുള്ള ചായക്കടയിലെ ആൾക്ക് ഗുണം കിട്ടുന്നില്ല. എത്രയോ ആൾക്കാരുടെ ഗുണങ്ങളെയാണ് ഒരു റിവ്യൂവിൻ്റെ പേരിൽ ഒരു സിനിമ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് റിവ്യൂ ഭയങ്കര മോശമായിട്ടുണ്ട്, ആണ് ഞങ്ങൾ പോയില്ല എന്ന് പറയുമ്പോഴെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ കുറയുന്നു. ആ സിനിമ ദിലീപ് പ്രൊമോഷൻ വന്ന് പറയുന്നത് റിവ്യൂവർമാരെ കുറ്റം പറയുന്നത്. റിവ്യൂവർമാർ കൂടിപ്പോയാൽ 2 ലക്ഷം പേര് കണ്ടെന്ന് വെച്ചോ, 3 ലക്ഷം പേര് കണ്ടെന്ന് വെച്ചോ, ആ പടം പൊളിയോ, അല്ലെങ്കിൽ ആ പടത്തിൽ ബഡ്ജറ്റ് കിട്ടാതിരിക്കുക. ചിലപ്പോൾ ബഡ്ജറ്റ് കിട്ടുന്ന പടങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈ പടം ലാഭമൊക്കെ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതൊരു റിവ്യൂ പറയുന്നതല്ല കേട്ടോ. ദിലീപിൻ്റെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ റിവ്യൂവർമാരെ കുറ്റം പറയുന്നത് എപ്പോഴും അങ്ങനെ അങ്ങ് പറഞ്ഞു പോകണ്ട. അതുകൊണ്ടാണ് പടം കൊള്ളൂല. അതുകൊണ്ടാണ് ഈ രാമലീലയ്ക്ക് ശേഷം ദിലീപ് എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും ഒരു പടം പറയാനായിട്ട് നല്ലതുണ്ടോ? അത് റിവ്യൂവർമാർ കൊണ്ടാണ് ഈ പടങ്ങൾ എല്ലാം ഫ്ലോപ്പായത്. ആ ദിലീപിൻ്റെ രാമലീല ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പടം. അതുകൊണ്ടാണ് ആ പടം ഓടിയത്. പിന്നെ അന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഈ ഒരു ദിലീപിൻ്റെ പേഴ്സണൽ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു രസമായിരുന്നു. അതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി, ഇത് പോയി കാണണം എന്താണ് എന്നൊക്കെ അറിയാനും ഒരു അതുപോലെ പടവും കൊള്ളായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ആളുകൾ പോയി ആ സിനിമ കണ്ടത്. അതിനുശേഷം എന്തേ പടങ്ങൾ ഓടാത്തത്? ബാലരാമ പണ്ട് വായിക്കുന്ന പോലെയാണ് ദിലീപിൻ്റെ പടങ്ങൾ. അതായത് ദിലീപ് ഇപ്പോഴും നിൽക്കുന്നത് 2010-15 ആ കാലഘട്ടത്തിലൊക്കെയാണ്. ക്രേസി ഗോപാലൻ, മോസാൻ ക്യാറ്റ്, ഇങ്ങനെയുള്ള കുറേ, അത് നമ്മളെ ഇസിഐഡി മൂസ പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ആ ഒരു രീതിയിലാണ് ദിലീപ് ഇപ്പോഴും നിൽക്കുന്നത്. അതിന് മാറ്റം വന്നില്ല, സിനിമ മാറി. അത് ദിലീപ് മനസ്സിലാക്കിയിട്ടില്ല. സിനിമ ഒത്തിരി മാറി. സിനിമകൾ ഇപ്പം പറഞ്ഞു, ഇപ്പോൾ ദിലീപിൻ്റെ പടം വന്നില്ലെങ്കിൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഒത്തിരി സിനിമകൾ ഓടുന്നുണ്ട്, മനസ്സിലായിരിക്കും. ഒത്തിരി സിനിമകളൂടെ ഇപ്പോൾ എത്ര നല്ല പടങ്ങൾ മലയാളത്തിൽ ഇപ്പോൾ നടന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അവരൊക്കെ നല്ല മത്സരിച്ച് പടങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ദിലീപിൻ്റെ പടം അങ്ങനെ പ്രത്യേകിച്ച് കാണണമെന്നില്ല. ഇപ്പോൾ കോമഡി ആണെങ്കിൽ ഇപ്പോൾ റിയലിസ്റ്റിക് കോമഡികൾ കാണാം. ആണല്ലേ, സ്റ്റേജ് കോമഡിക്കാൾ നല്ലതാണ് ഇപ്പോൾ റിയലിസ്റ്റിക് കോമഡിയാണ്. ഇപ്പോൾ നിവിൻ പോളിയുടെ പടമൊക്കെ നല്ല രസമാണ്. ഫഹദ് ഫാസിൽ, നമ്മുടെ ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, ടോവിനോ, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. എന്ത് രസമായിട്ടുള്ള അവരുടെ പടങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കെ തന്നെ ധാരാളം. ഇപ്പോഴത്തെ സിനിമ അവരുടെ കയ്യിലാണ്, അവരുടെ കയ്യിലോട്ടായി. അപ്പം അങ്ങനെ അത് അവരുമായിട്ട് പൊരുത്തപ്പെട്ടു പറഞ്ഞു. അതേ രീതിയിലുള്ള കഥകൾ, ആ രീതിയിലോട്ടുള്ള മേക്കിംഗ്, അങ്ങനെയുള്ള സിനിമകൾ, വ്യത്യസ്ത സിനിമകൾ കൊണ്ടുവരണം. അങ്ങനത്തെ സിനിമകൾ കൊണ്ടുവരാതെ റിവ്യൂവർ കാരണമാണ് പടം പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചൊന്നും തരില്ല ദിലീപേട്ട. നിങ്ങളാ പടം പൊള്ളൂല, സത്യം പറഞ്ഞ ബാബാ ഭയം ഭക്തി ബഹുമാനം. കാശ് 150 രൂപ എന്ന് പറഞ്ഞാൽ ദിലീപേട്ടന് പുല്ല് വിലയായിരിക്കും. പക്ഷേ പണിയെടുത്തോട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് മക്കളെയും വിളിച്ച് ഭാര്യയും വിളിച്ചോണ്ടൊക്കെ ഒരു ഓട്ടയും പിടിച്ച് തിയേറ്ററിൽ വന്ന് ആ സിനിമ നിങ്ങൾ പറയുന്ന ടിക്കറ്റും എടുത്തിച്ച് സിനിമയും കണ്ടിട്ട് അതൊരു പുല്ലും ആയില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് ദിലീപേട്ട. പിന്നെ ഓട്ടോക്കാരന് കൊടുക്കുന്ന കാശ് എന്ന് പറയുന്നത് ചേട്ടൻ പറയുന്നത് ഓട്ടോക്കാരന് പോകുന്നുണ്ട്, തൊട്ടടുത്ത തട്ടുകടയിൽ പൈസ പോകുന്നു. ഇതൊക്കെ എന്തിനു കൊടുക്കണം? ഒരു പൊട്ടിപ്പൊളിഞ്ഞ പടത്തിന് വേണ്ടിയിട്ട് എന്തിനു നിയമം ഇതൊക്കെ മുടക്കി വരണമെന്ന് നിർബന്ധം ഉണ്ടാ? നിങ്ങൾ പറ. ദിലീപേട്ടൻ പറയാൻ അങ്ങനെയാണ്. തൊട്ടടുത്തുള്ള കടയിൽ ചായ അടിക്കുന്നതിന് നഷ്ടം, ഓട്ടോറിക്ഷക്കാരന് നഷ്ടം, പിന്നെ തിയേറ്ററിൻ്റെ അകത്തുള്ള പോപ്കോൺ 150 രൂപയുടെ പോപ്കോൺ, അതൊക്കെ നഷ്ടം തന്നെയാണ്. അങ്ങനെ നഷ്ടം സഹിച്ച് എന്തിനാണ് ദിലീപേട്ടൻ അങ്ങനെ ഒരു പടം എടുക്കേണ്ടത്? നിങ്ങളൊരു പൊട്ടിപ്പൊളിയുന്ന ഈ പടങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടും. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഔട്ടാവും. അനുഭവമല്ലേ? ഒരു കാലഘട്ടം വരെ നിങ്ങൾ സെറ്റായത് കൊണ്ടാണ് ജയറാം ഔട്ടായത്. ഇപ്പോൾ പുതിയ പിള്ളേർ നല്ല സെറ്റായപ്പോൾ നിങ്ങൾ ഔട്ട്. നിങ്ങളത് മനസ്സിലാക്കണം. അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് നല്ല സിനിമകൾ കഷ്ടപ്പെട്ട് നല്ല ഡയറക്ടേഴ്സ്, നല്ല റൈറ്റേഴ്സിനെ കണ്ട് നല്ല സ്റ്റോറി കഥകൾ തിരഞ്ഞെടുത്ത് കഷ്ടപ്പെട്ട് ചെയ്താൽ മതി. ഒരു വർഷത്തിൽ ഒരു പടം മതി. അപ്പോൾ ആളുടെ കാണും. ഇത് ഇങ്ങോട്ട് വന്നെടുത്തിട്ട് ഡയലോഗ് അങ്ങ് റിവ്യൂവർമാർ, 2-3 റിവ്യൂവർമാരുണ്ട്. ഇവന്മാരെല്ലാം കേരളത്തിലെ ഓരോ മലയാളം എടുത്ത് ചെന്നിട്ട് പറയുന്ന അവർക്ക് ചിലപ്പോൾ അത് പൈസ കിട്ടണമായിരിക്കും, $1 കിട്ടും. അത് അവരുടെ ഇഷ്ടമാണ്. അവർ ഇപ്പോൾ എത്രയോ റിവ്യൂ ഞാൻ പോയി പടം കണ്ടിരിക്കുന്നു, അത് കൊള്ളൂലെന്ന് അറിഞ്ഞിട്ട് പോയി കണ്ടിരിക്കുന്നു. അത് ഓരോ ആളുകളുടെ ഇഷ്ടമാണ് ദിലീപേട്ട.
ദിലീപേട്ടൻ്റെ സിനിമകൾ നല്ല സിനിമകളാണെന്ന് അങ്ങ് പറയാൻ അങ്ങനെ കാട്ടിക്കൂട്ടാൻ ദിലീപ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു പ്രൊമോഷൻ വീഡിയോയിൽ. ഒരു ലോജിക്കില്ലാത്ത പടമാണെന്ന് എഴുതി തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തിന് ആളുകൾ പറയണം? ഒരു ലോജിക്കും കൂജിക്കും ഇല്ലാത്തൊരു പടത്തിന് ആളുകൾ എന്തിനു പറയണം? പോരാത്തിന് മോഹൻലാൽ, അയാൾക്കാണെങ്കിൽ വേറെ പണിയൊന്നുമില്ല. അയാൾ ചുമ്മാ കണ്ണിന് മുല്ലൊക്കെ തല വെച്ച് കൊടുത്ത് ഉള്ള വിലയും കളഞ്ഞു. ഇപ്പോൾ ഒരു പുളുത്തിയൊരു പടം ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം പറയണ്ട, വന്നതും പോയതും അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അയാളെയും പിടിച്ചു വെച്ച് എങ്ങനെയും 10 പൈസ ഉണ്ടാക്കാതെ മണി അത്രേ ഉള്ളൂ. എന്തായാലും അത് സമ്പാദിച്ചല്ലോ. അത്രയ്ക്ക് പ്രൊഡ്യൂസർക്ക് ബുദ്ധിമുട്ടാ വിഷമമൊക്കെ ആണെങ്കിൽ ദിലീപേട്ട ഒരു കാര്യം, നിങ്ങളെ ആർട്ടിസ്റ്റുകളെല്ലാം കൂടി ആദ്യം ഒരു 5 ലക്ഷം രൂപ വെച്ച് കൈ തിരിച്ചാൽ കൊടുക്കണം. അങ്ങനെ ഫ്രീ ആയിട്ടൊന്നുമല്ലല്ലോ അഭിനയിക്കുന്നത്. ദിലീപേട്ട മനസ്സിലാക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് പറയണമെന്ന്, ഇത് റിവ്യൂ ഒന്നും അല്ല കേട്ടോ. ദിലീപിൻ്റെ എല്ലാ പടങ്ങളും രാമലീലയ്ക്ക് ശേഷം ഒറ്റ പടം നല്ലതില്ല, എല്ലാം ഫ്ലോപ്പാണ്. വേറും ഫ്ലോപ്പ് കൂറ പടങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ്, അല്ല റിവ്യൂവർമാർ കൊണ്ടല്ല. മനസ്സിലായോ? പടങ്ങൾ കൊള്ളൂല, കഥകൾ കൊള്ളൂല, നിങ്ങളുടെ സ്റ്റോറി വൈസൊക്കെ വേറെ ആലുമ്പ്. അതിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ വേറെ ആലുമ്പാണ്. ദിലീപേട്ട എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, എന്തൊക്കെ ആവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. അതാണ് പ്രശ്നം. മനസ്സിലായില്ല? അത് എന്തോ കുഴപ്പമുണ്ട്. അല്ലാതെ റിവ്യൂവർമാർ വന്നിട്ട് 1-2 റിവ്യൂവർമാർ വന്നിട്ട് നിങ്ങളെ സിനിമ അങ്ങ് നശിപ്പിക്കാൻ പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പടങ്ങളുണ്ട്, അതൊന്നും നശിച്ചിട്ടില്ല. ഇവിടെ 1-2 ആഴ്ച തിയേറ്ററിൽ ആളില്ലാതെ നിന്ന പടങ്ങൾ കയറി വന്ന ചരിത്രങ്ങളുണ്ട്. അങ്ങനെ എത്ര പടങ്ങൾ. അത് ഇപ്പോഴത്തെ പുതിയ പിള്ളേരാരും പറയുന്നില്ല. ഈ പഴയ ആളുകൾക്കാണ് ഈ കുഴപ്പം. അതിനൊക്കെ ഞാൻ മമ്മൂട്ടിയൊക്കെ സമ്മതിക്കണം. അങ്ങേരെ കണ്ടെങ്കിലും പഠിക്കും, പുള്ളിക്കാരനെ കണ്ടു പഠിക്കുക. പുള്ളിക്കാരൻ ചെയ്യുന്ന സ്ക്രിപ്റ്റുകൾ നോക്ക്, കഥകൾ നോക്ക്. പുതിയ ആർട്ടിസ്റ്റുകൾ, പുതിയ ഡയറക്ടേഴ്സ്, പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, പുതിയ പ്രൊഡ്യൂസേഴ്സ്, അവരോടൊക്കെ നിന്ന് പുതിയ സബ്ജക്റ്റുകൾ ചെയ്യും, വെറൈറ്റി. അതുകൊണ്ടാണ് അയാൾ ഫീൽഡിൽ പിടിച്ചിരിക്കുന്നത്. പുള്ളി പറയില്ലല്ലോ ഒരാളെ പറ്റി, റിവ്യൂവർമാരെ പറ്റി. എല്ലാവർക്കും പറയാനുള്ള അവകാശങ്ങളുണ്ട്. ദിലീപ്, നിങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നല്ല സിനിമകൾ കൊണ്ടുപോവാ, അപ്പം ആളുകൾ തന്നെ വന്ന് കണ്ടോളും. അപ്പം എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.